ഇലഞ്ഞിയിൽ കനത്ത മഴയിൽ സ്കൂൾ മതിലിടിഞ്ഞ് വയോവൃദ്ധന്റെ പെട്ടിക്കട തകർന്നു. ഇലഞ്ഞി ചീറക്കുഴി കോളനിവാസി കുന്നംകരയിൽ തോമസിന്റെ ഏക വരുമാനമാർഗമായ പെട്ടിക്കടയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉണ്ടായ ശക്തമായ മഴയിൽ ഇലഞ്ഞി സെന്റ് ഫിലോമിന സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു വീണ് പൂർണ്ണമായും തകർന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിത്യരോഗിയായ തോമസിന്റെ ഏക വരുമാനമാർഗമായിരുന്നു ഇത്. കാലവർഷക്കെടുതിയായി പരിഗണിച്ച് തോമസിന് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കുവാൻ അധികാരികൾ തയ്യാറാകണമെന്ന് സ്ഥലം സന്ദർശിച്ച BJP ഇലഞ്ഞി പഞ്ചായത്ത് സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി അജിമലയിൽ, കർഷക മോർച്ച എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് കെ മരങ്ങാട്, CD അശോകൻ, സുധീഷ് കുമാർ S, രാമൻകുട്ടി PM എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. ഹൃദ്രോഗിയും ഏതാണ്ട് മാസം 10,000 രൂപയുടെ മരുന്നുകൾ കഴിക്കുന്ന ഒരാളുമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഏക വരുമാന മാർഗം, അദ്ദേഹത്തിൻ്റെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും ഏക വരുമാന മാർഗമാണ് ഈ കട. അതുകൊണ്ട് ഈ കട പുനരുദ്ധരിച്ചു കൊടുക്കുകയും അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി അദ്ദേഹത്തിന് വന്ന നഷ്ടം മാന്യമായ രീതിയിൽ ഒരു മാനുഷിക പരിഗണന വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞു കട പുറമ്പോക്കിലായിരിക്കുന്നത്, അത് അദ്ദേഹത്തിന് ഉടമസ്ഥാവകാശമുള്ളതല്ലെങ്കിൽ പോലും രോഗിയും നിത്യ ജീവിത ചെലവുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുന്നുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ദൈന്യാവസ്ഥ പരിഗണിച്ചുകൊണ്ട് പഞ്ചായത്ത് ബഹുമാനപ്പെട്ട സ്കൂൾ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം പുനരാരംഭിക്കാനുള്ള നടപടികളും, നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ എന്നുള്ള നിലയ്ക്ക് വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് അധികൃതർ പരിശോധിക്കണമെന്നും പഞ്ചായത്ത് സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു.